സെഖ്യാവ് 13 അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. അന്നാളിൽ ഞാൻ ദേശത്തുനിന്ന് വിഗ്രഹങ്ങളുടെ പേർ ഇല്ലാതാക്കും, ഇനി അവയെ ഓർക്കുകയുമില്ല. ഞാൻ പ്രവാചകന്മാരെയും മലിനാത്മാവിനെയും ദേശത്തുനിന്ന് നീക്കിക്കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ആരെങ്കിലും ഇനിയും പ്രവചിക്കുമ്പോൾ അവനെ ജനിപ്പിച്ച അപ്പനും അമ്മയും അവനോട് യഹോവയുടെ നാമത്തിൽ ഭോഷ്ക് സംസാരിക്കുന്നത് കൊണ്ട് നീ ജീവനോടിരിക്കില്ല എന്ന് പറയുകയും അവനെ ജനിപ്പിച്ച അപ്പനും അമ്മയും അവൻ പ്രവചിക്കയിൽ തന്നെ അവനെ കുത്തിക്കളയുകയും ചെയ്യും. അന്നാളിൽ പ്രവാചകന്മാർ പ്രവചിക്കയിൽ ഓരോരുത്തൻ താന്റെ ദർശനത്തെ കുറിച്ച് ലജ്ജിക്കും. ലജ്ജിക്കേണ്ടതിന് അവർ രോമമുള്ള മേലങ്കി ധരിക്കുകയുമില്ല. ഞാൻ പ്രവാചകനല്ല, കൃഷിക്കാരനത്രേ. എന്റെ ബാല്യത്തിൽ തന്നെ ഒരാൾ എന്നെ വിലയ്ക്ക് മേടിച്ചിരിക്കുന്നു എന്ന് അവൻ പറയും. എന്നാൽ അവനോട് നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്തെന്ന് ചോദിക്കുന്നതിന് അവൻ എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടി കൊണ്ടതാകുന്നു എന്ന് ഉത്തരം പറയും. വാളെ എന്റെ ഇടയന്റെ നേരെയും എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ആടുകൾ ചിതറിപ്പോകേണ്ടതിനിടയനെ വെട്ടുക, ഞാൻ ചെറിയവരുടെ നേരെ കയറ്റിരിക്കും. എന്നാൽ സർവ്വദേശത്തിലും 2/3 ഛേദിക്കപ്പെട്ട് പ്രാണനെ വിടും. 1/3 ശേഷിച്ചിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. 1/3 ഞാൻ തീയിൽ കൂടി കടത്തി വെള്ളി ഊതിക്കഴിക്കുന്ന പോലെ അവരെ ഊതിക്കഴിക്കും. പൊന്നു ശോധന കഴിക്കുന്ന പോലെ അവരെ ശോധന കഴിക്കും. അവർ എന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരമരുളുകയും ചെയ്യും. അവർ എന്റെ ജനമെന്ന് ഞാൻ പറയും, യഹോവ എന്റെ ദൈവം എന്ന് അവരും പറയും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ.